ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന് അറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആഗ്രഹത്തോടെ ഇത് കേൾക്കുക. നിങ്ങൾക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച കരുണയെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. ആ കരുണയെക്കുറിച്ച് ദൈവം ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തതായി നിങ്ങൾക്ക് അനുഭവമുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനേകം നന്മകളാണ് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും അവിടുന്ന് അത് തന്നെ ചെയ്യും. എന്നാൽ നാം അതിനെ ഓർക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. ഇത് ഒരു വലിയ പ്രാർത്ഥനയാണ്. അവസാനം ആ നന്മയ്ക്ക്, ആ കാരുണ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ഇത് ഒരു വലിയ പ്രാർത്ഥനയായി ദൈവം കണക്കാക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും, പ്രാർത്ഥിക്കാനുള്ള മടിയെ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒത്തിരി മറ്റ് ചിന്തകൾ കടന്നു വന്ന് പ്രാർത്ഥനയിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ദുഷ്ടശക്തികളെ തകർക്കാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുക. അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രീതികരമായിരിക്കും. നിങ്ങളുടെ പ്രതിഫലം തക്ക സമയത്ത് കർത്താവ് നൽകിയിരിക്കും. ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടിയും നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലും സമർപ്പിച്ച് നമുക്ക് ഈ ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 48:9 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോൻ മല സന്തോഷിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ. അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ, അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്ന് കാണുകയും ചെയ്യുവിൻ. ഇവിടെയാണ് ദൈവം, ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്നും വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നദ്ധയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങളെ അങ്ങേക്കായി ഞാൻ കാഴ്ചയർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വരെ നീ അനേകം നന്മകൾ, അനേകം കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അലസതയും മടിയും ഉറക്കവും വരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളും ഓർമ്മിച്ച് ആ പ്രാർത്ഥന തീരുവോളം മറ്റൊരു ലോകത്തിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ അശ്രദ്ധയുള്ളവരെ സമർപ്പിക്കുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക വേദനയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും തരത്തിൽ സാത്താൻ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ തകർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ അവസ്ഥയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതിന് അടിമപ്പെട്ടു പോയ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഞാൻ ഉൾപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും, എല്ലാ ദുഷ്ട പൈശാചികതയെയും ഞങ്ങളിൽ നിന്ന് എന്നേക്കും അകറ്റി സകല പാപബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിച്ച് നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി നൽകണമേ. എന്തെന്നാൽ
പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൽ നിന്നും എന്ത് അനുഗ്രഹം വേണമെങ്കിലും സാധിച്ചെടുക്കുന്നതിന് ഏറ്റവും വലിയ ഉപാധിയാണ് പ്രാർത്ഥന. അതിനാൽ തന്നെ കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വാക്കുകൾ തരണമേ. പ്രാർത്ഥനയിൽ നിന്റെ കാരുണ്യത്തെ ഓർക്കുവാനും ഇന്ന് വരെ നീ ചെയ്ത നന്മകളെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കാനും നിന്റെ നന്മകളെ ധ്യാനിക്കുന്നതിനും പ്രാർത്ഥനാ വേളയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായുള്ള ഐക്യത നിലനിർത്താൻ, ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ, അതിലൂടെ മറ്റുള്ളവരോടും അനുരഞ്ജനപ്പെടാൻ, ഹൃദയത്തിൽ എല്ലാവരോടും അനുരഞ്ജനപ്പെടാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ ദിനം പ്രതി ഞങ്ങൾ ധ്യാനിക്കുന്നു. ഓരോ രാത്രിയും ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ദൈവമേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ ധ്യാനിച്ചു കിടക്കുന്നു. ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, പ്രാർത്ഥിക്കാനിരിക്കുന്ന ഞങ്ങളെ അലട്ടുന്ന ശാരീരിക വേദനകൾ എല്ലാം ഈ സമയം നീ എടുത്തു മാറ്റി പ്രാർത്ഥനയ്ക്ക് നിന്റെ ശക്തമായ ഇടപെടലുണ്ടായി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ, കൂടുതൽ ധ്യാനാത്മകമായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിഞ്ഞ് ഇന്നുവരെ അവർക്കുള്ള എല്ലാ ജീവിത തടസ്സങ്ങളെയും മാറ്റാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് ശക്തി നേടുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂടുതൽ പ്രാർത്ഥനയോടെ, കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിയോടുകൂടെ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വർഷം തീരുന്നതിന് മുൻപ് ഇന്നുവരെ നീ ചെയ്ത ചെറുതും വലുതുമായ സകല നന്മകളെയും ഞങ്ങൾ ഈ രാത്രിയിൽ ഓർക്കുന്നു. അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഒത്തിരി വലിയ അപകടങ്ങളിൽ നിന്നാണ് കർത്താവേ നീ ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു. ഞങ്ങളെ ഒത്തിരി അനർത്ഥങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു. ഇവയെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഒരു പുതിയ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. നാളത്തെ ദിവസത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവേ, സകല വിധ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും, എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്ന്, എല്ലാ പൈശാചിക പീഠകളിൽ നിന്ന്, ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സ്വൈര്യത നൽകി, സ്വസ്ഥത നൽകി, സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിദ്വേഷമുള്ള എല്ലാവരോടും ഈ സമയം ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. അവരോട് ഞങ്ങൾ ഹൃദയത്തിൽ അനുരഞ്ജനപ്പെടുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ കർത്താവേ. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് നിന്റെ കാരുണ്യവും കൃപയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനും സുഖമായ നിദ്ര നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ലഭിക്കുന്നതിനും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ശാരീരിക രോഗങ്ങളിൽ നിന്ന് നീ മുക്തി കൊടുക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഫലപ്രാപ്തിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും തക്കതായ പ്രതിഫലം നീ നൽകി അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പരിശുദ്ധ ദൈവമാതാവേ, കർത്താവ് ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഈ രാത്രിയിലായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി, അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങൾക്ക് നൽകി, ശാരീരിക സൗഖ്യം നൽകി, സന്തോഷം നൽകി, എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകി, എല്ലാ പൈശാചിക ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മോചനം നൽകി, സുഖമായ നിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളെ സമർത്ഥമായി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കെല്ലാ മേഖലയിലും ഈ രാത്രിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.